ഫയർ വിങ്സ് ടൂർസ് ആൻഡ് പാക്കേജ് ഗൈസ് നമ്മുടെ അഞ്ചൽ കുളത്തൂപ്പുഴയുള്ള ടീമാണ്. ഓണം എന്ന് പറഞ്ഞാൽ വിഷ്ണു പ്രോ ഗൈസ് തിരുവനന്തപുരം കൊല്ലം ബേസ് ചെയ്തിട്ടാണ് പാക്കേജ് കാര്യങ്ങളൊക്കെ ആദ്യം തുടങ്ങിയത്. അതേസമയത്ത് പേര് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം പിന്നെ താണ്ടാവും എന്നുള്ള പേരിലാണ് പിന്നെ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഫയർ വിങ്സ് ടൂർസ് ആൻഡ് പാക്കേജ് എന്ന പേര് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് 4 വർഷമേ ഉള്ളൂ. അങ്ങനെ തിരുവനന്തപുരം ബേസ് ചെയ്ത് തുടങ്ങി അത് നല്ല രീതിക്ക് ഹിറ്റായ സമയത്ത് പിന്നെ അത് എറണാകുളത്തേക്ക് മാറ്റി. എറണാകുളം വന്നപ്പോഴത്തേക്ക് അതും ഹിറ്റായി. ആ സമയത്ത് പിന്നെ വിചാരിച്ചു ഓൾ കേരളയിൽ പാക്കേജ് കാര്യങ്ങൾ ചെയ്യാമെന്ന്. അങ്ങനെ ഓൾ കേരള ലെവലിൽ പാക്കേജ് ചെയ്യുന്ന സമയത്ത് അത് വേറെ ലെവലിൽ ഹിറ്റായിട്ട് കയറി വന്നു. അങ്ങനെ അടിപൊളിയായിട്ട് വന്ന സമയത്ത് പിന്നെ ഒരു തീരുമാനം എടുത്തു, അതായത് നമുക്ക് ഓൾ ഇന്ത്യ പാക്കേജ് കാര്യങ്ങൾ ചെയ്യാമെന്ന്. അങ്ങനെ ഓൾ ഇന്ത്യ എടുത്തു, അതും ഹിറ്റായി തുടങ്ങി. ഓൾ ഇന്ത്യയിൽ ഏത് രീതിയിലുള്ള പാക്കേജും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ കിടിലുമായിട്ട് കയറി വന്നൊരു ടീമാണ് ഫയർ വിങ്സ് ടൂർസ് ആൻഡ് പാക്കേജ് എന്ന് പറയുന്നത്. അതേപോലെ ഗൈസ് നമ്മുടെ സീസൺ എൻഡ് ചെയ്തത് നിർത്തിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൾഫെയറിന്റെ വണ്ടിക്കകത്താണ്. അതേപോലെ ഈ വരുന്ന സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതും 6 ദിവസത്തെ ട്രിപ്പ് നമ്മുടെ ഗൾഫെയറിന്റെ കിട്ടിലൻ വണ്ടിക്കകത്ത് തന്നെയാണ് തുടങ്ങാൻ പോകുന്നത്. അതേപോലെ വരാൻ പോകുന്ന സീസണിലേക്ക് കിട്ടിലൻ ഫേമസ് ആയിട്ടുള്ള കൊമ്പന്മാരെ എല്ലാം എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അടിപൊളിയായിട്ട് ഈ സീസണും കിറ്റിലായിട്ട് കയറി വരും നമ്മുടെ ഫയർ വിങ്സ് ടൂർസ് ആൻഡ് പാക്കേജ്. അതേപോലെ ഇവർക്കൊരു 49 സീറ്റ് ഓൺ ദ വേ ആണ്. അപ്പം അതിനായിട്ട് കട്ട വെയിറ്റിംഗ് കേസ്, കാരണം ഒരുപാട് ആഗ്രഹിച്ച് ബെസ്റ്റിന് വേണ്ടി പാക്കേജ് തുടങ്ങിയ ടീമും കൂടെയാണ് നമ്മുടെ ഫയർ വിങ്സ് ടൂർസ് ആൻഡ് പാക്കേജ് എന്ന് പറയുന്നത്.